എവിടെ പോയിരുന്നതാ? ഇയാളോട് തന്നെയാ? ഞാൻ പുറത്തൊന്നു പോയതാ. അതെ, എന്തെങ്കിലും കഴിച്ചതാണോ? അല്ല, എന്തെങ്കിലും കഴിച്ചതാണോന്ന്? അല്ല, നല്ല ചൂട് ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. പനി കുറവില്ലേ കണ്ടേ? കുറവല്ല, പനി വിട്ടെന്ന് തന്നെ പറയാം. നന്നായി ഒന്ന് വിയർത്തു. എന്നാലേ ഒരു കോഫി എടുക്കട്ടെ? കോഫി കുടിക്കാം. അച്ഛന്? നിന്റെ കൈ കൊണ്ടുള്ള കോഫി അല്ലേ, എത്ര വേണേലും കുടിക്കാം. ഇങ്ങോട്ടിരിക്കടാ. ഇരിക്കടാ. എല്ലാം കയ്യിന്ന് പോയല്ലോ. എങ്ങനെയാ ഇനി ഇതിനൊന്ന് തലയുരുക? ആ വീഡിയോ എങ്ങനെയാ അവളുടെ കയ്യിൽ കിട്ടിയത്? അതിനേക്കാൾ വലിയൊരു തെളിവ് വേണോ? റെസ്റ്റോറന്റിൽ വെച്ച് രാജേശ്വരിയെ കാണാമെന്ന് പറഞ്ഞത് തന്നെ മണ്ടത്തരായിപ്പോയി. ഇനിയിപ്പൊ ഇതെല്ലാവരും അറിയല്ലോ ദൈവമേ. ആന്റിയുടെ വീടിന്റെ ആധാരം പണയം വെച്ച് ശാലിനിയെ പ്രതിയാക്കാൻ ഞാൻ നാടകം കളിച്ചൂന്ന്. ഞാൻ കുറ്റക്കാരിയും ശാലിനി വിശുദ്ധയുമാകും. ഇനിയിപ്പൊ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ആന്റി എന്നെ അടിച്ചു പുറത്താക്കുന്ന ഉറപ്പാ. ഇനി എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും? ഒരാന മടയത്തരം കാട്ടി ഈ സ്വത്തെല്ലാം നഷ്ടപ്പെടുത്തിന്ന് വന്നാ അമ്മ എന്നെ അടിച്ചു പുറത്താക്കും. പിന്നെ ആധാരത്തിന്റെ കാര്യം ഞാൻ പറയാൻ വന്ന്. ശാലിനി, ഞാനത് അറിഞ്ഞതല്ല. അതെല്ലാം എനിക്ക് മനസ്സിലായി. ആധാരം മാറ്റിയ ആളെ കിട്ടി. ആര്? സുസ്മിത. സുസ്മിതയോ? അവള് ആധാരം മാറ്റിവെച്ചതും കള്ളക്കളിയെല്ലാം കളിച്ച് എന്റെ ശാരികയുടെ വിവാഹം മുടക്കിയതും. രാജേശ്വരി ചേച്ചിക്ക് ആധാരം കൈമാറിയത് ഞാനാണെന്ന് സമ്മതിച്ചു. പക്ഷേ ആധാരങ്ങൾ തമ്മിൽ മാറ്റിയത് ഞാനാണെന്ന് സമ്മതിച്ചോ? മനസ്സിലാകുന്ന ഭാഷ പറ സുസ്മിത. ശാലിനിയുടെ വീടിന്റെ ആധാരം ഇവിടെ എത്തുന്നതിന് മുമ്പ് എവിടെയാ ഇരുന്നേന്ന് ഇവളോടൊന്ന് ചോദിച്ചു നോക്കാൻഡി. രാജേശ്വരി ചേച്ചിയുടെ വീട്ടില്.
ആധാരം ഇപ്പോഴും ഇവളുടെ അച്ഛന്റെ പേരിലാ. കുറെ നാളായിട്ട് ഇവര് അമ്മയും മക്കളും അയാളുമായിട്ട് പറ്റിക്കൂടാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പോരാത്തതിന് ശാരികയുടെ വിവാഹവും. അതുകൊണ്ട് ആ ആധാരം ഗോപാലകൃഷ്ണൻ രഹസ്യമായി ഇവർക്ക് എടുത്തു കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് രാജേശ്വരി ചേച്ചിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചേച്ചി ആ ആധാരം എടുത്ത് മാറ്റിയിട്ട് സ്വന്തം പേരിലുള്ളൊരു ചെറിയ വസ്തുവിന്റെ ആധാരം അവിടെ വെച്ചു. അത് പണയം വെച്ചാലും ചേച്ചിക്ക് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ആ ആധാരം ശാലിനിയുടെ മുറിയിന്ന് തന്നെ എനിക്ക് കിട്ടി. ആധാരത്തിലെ പേര് രാജേശ്വരി ചേച്ചിയുടേതായതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് വിവരം അറിയിച്ചു. ചേച്ചിയോടുള്ള വിരോധം കൊണ്ട് ശാലിനി അത് കീറിക്കളയുമെന്ന സംശയത്തിൽ പെട്ടെന്ന് അത് കൊണ്ടുപോയി കൊടുക്കാൻ അവരെന്നോട് പറഞ്ഞു. ആധാരം തിരികെ കൊടുത്തതിനാ രാജേശ്വരി ചേച്ചി താങ്ക്സ് പറഞ്ഞത്. ആധാരം മാറ്റിവെച്ചു എന്ന് പറയുന്നത് എന്നെ പറ്റിയല്ല, ചേച്ചി മാറ്റിയ കാര്യമാ. അതും അവരുടെ വീട്ടില്. 5 സെന്റ് ഭൂമിയുടെ ആധാരത്തിന് 30 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും കിട്ടില്ലെന്ന് മനസ്സിലാക്കി ആന്റിയുടെ വീടിന്റെ ആധാരം മോഷ്ടിച്ചത് ഈ ശാലിനി തന്നെ. ആന്റി നിന്നെ ഞാൻ തൊട്ടുപോകരുതവളെ. വിചാരണ ചെയ്യാനും ശിക്ഷ വിധിക്കാനും ഇവിടെ ഞാനുണ്ട്. ആമേ, ഇവള് പറയുന്ന കള്ളക്കഥകൾ മുഴുവൻ നീ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണോ? ഒരാള് കുറ്റം ചെയ്തെന്ന് ഉറപ്പാക്കാതെ ശിക്ഷ വിധിക്കാനാവില്ല രാഘവേട്ട. സുസ്മിത തന്നെയാണ് ആധാരം മാറ്റിയെന്നതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി അതും കൊണ്ട് വാ. അപ്പൊ നോക്കാം ബാക്കി. കോളേജിലോ സ്കൂളിലോ ആശുപത്രിയിലോ പറ്റില്ല. അവിടെ ഒരുപാട് പഠിപ്പുള്ളവരാ ജോലി ചെയ്യുന്നത്. മില്ലിലോ കൂപ്പിലോ കമ്പനിയിലോ തരാമെന്ന് വെച്ചാ ആ പണിയൊന്നും മോൻ ശരിയാവില്ല. അജരൻ, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. മോൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കും. മോനെ കൊണ്ട് അത് പറ്റുകയും ചെയ്യും. സത്യാമ്മയുടെ മോനെ കൊണ്ട് കൂലിവേല ചെയ്യിക്കുന്നു നാട്ടുകാര് പറഞ്ഞ ഹാജിയാരൊക്കെ അത് കുറച്ചില്ല. അപ്പോ ചുരുക്കി പറഞ്ഞ സത്യാമ്മയുടെ മകനോട് ജോലിയില്ല. കയ്യിന്ന് എപ്പോഴും ഒരു തെറ്റ് സംഭവിച്ചു പോയതിന്റെ പശ്ചാത്താപം ഉണ്ട് വിഷ്ണുമോന്. അത് തിരുത്താൻ വേണ്ടി പല വഴികളും നോക്കുന്നുണ്ടാവും പാവം. അത് തിരിച്ചറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല മോളെ. ദൈവം പൊറുക്കില്ലത്. ഭർത്താവിന് പിന്തുണയും സഹായമായിട്ട് നിൽക്കേണ്ടവളാ ഭാര്യ. പുറംകാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് പോലും താലി കെട്ടിയ ആളുടെ പിന്നാലെ പോയവളാ നിന്റെ ഈ അമ്മ. ആ ശാരദാമ്മയുടെ മോള നീ എന്ന് മറക്കരുത്. അമ്മ, ഇല്ലമ്മ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. സന്തോഷം. അമ്മയ്ക്ക് ഇനി ഒന്നും പറയാനില്ല മോളെ. കഴിഞ്ഞതൊക്കെ നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കാഴ്ചപ്പാടി മാത്രമല്ല, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൂടി വേണം നമ്മൾ ചിന്തിച്ചു നോക്കാൻ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും നമ്മൾ മനസ്സ് കാണിക്കണം. അമ്മ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ മോളെ. ശരിയെന്നാ അമ്മ വെക്കട്ടെ. ശരി മോളെ. ഗോപാലേട്ടൻ ഇപ്പൊ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പണത്തിന് അത്യാവശ്യം വന്നപ്പോ ആധാരം എടുത്ത് കൊടുത്തൂന്നല്ലേ? അതെ. ആ, ചുരുക്കി പറഞ്ഞ ഇപ്പൊ ആ ആധാരം ഈ വീട്ടിലില്ല. എന്റെ സുഹൃത്ത് യോഹന്നാനാ ഞാൻ ആധാരം എടുത്ത് കൊടുത്തത്. കടം വീട്ടിട്ട് അയാളത് ഉടനെ എടുത്തു തരും. കണ്ടാതാ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും അത്. നിങ്ങള് യോഹന്നാന് കൊടുത്ത ആധാരം അപ്പൊ നീ കൂടി ചേർന്ന ശാരികയെ ചതിച്ചതല്ലേ? ചതിച്ചു.
രാജേശ്വരി ചതിച്ചതേ രാജേശ്വരിയുടെ ജന്മശത്രുക്കളെയാ. പക്ഷെ കൂടെ നിന്ന് കുതികാൽ വെട്ടിയത് നിങ്ങളാ. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശാലിനിയുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ നടക്കുന്നതിലാ എനിക്ക് അത്ഭുതം. സ്ത്രീധനം പ്രത്യക്ഷമായോ പരോക്ഷമായോ ആവശ്യപ്പെടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണെന്നറിയാമോ? 1961 സ്ത്രീധന നിരോധന നിയമം സെക്ഷൻ 4. കുറഞ്ഞത് 6 മാസം അകത്ത് കിടക്കാം. അത് ചിലപ്പോ 2 വർഷം ആയെന്നും ഇരിക്കും. പിഴ അതിനു പുറമെ. സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നവരല്ലേ നിങ്ങൾ കുട്ടികൾ? കതിർ മണ്ഡപത്തിൽ നിന്ന് കഴുത്തിൽ താലി കെട്ടാൻ വന്ന കാമുകന്മാരോട് സ്ത്രീധനം ചോദിച്ചെന്ന കാരണത്താൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ടുണ്ട് ചുണയുള്ള പെൺകുട്ടികൾ. അവരൊക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഹീറോയിൻസാ. അതിനൊന്നും കഴിയാതെ പോയല്ലോ കുട്ടി നിനക്ക്. നീ മാത്രമല്ല, നിന്റെ കുടുംബം മൊത്തം അപമാനിക്കപ്പെട്ടു. എന്റെ അമ്മാവനടക്കം നാട്ടുകാരെല്ലാവരും സാക്ഷികളാ. നീ പരാതി തരണമെന്നില്ല. കണ്ടു നിന്നവരാരെങ്കിലും ഒരു കടലാസിൽ എഴുതി തന്നാ മതി. സംഭവിച്ചതെല്ലാം നീ പോലീസിനും കോടതിക്കും മുന്നിൽ തുറന്നു പറയണമെന്ന് മാത്രം. പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അവർക്ക്. തയ്യാറുണ്ടോ നീ? മോളെ, മോളിപ്പോ കുറച്ച് നിയമങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അതേക്കുറിച്ചൊന്നും വിവരമില്ലാത്ത ആളാ ഞാൻ. ആകെ അറിയാവുന്നത് മനുഷ്യബന്ധങ്ങളെ കുറിച്ച് മാത്ര. രാജീവ് സാറിനെ ശാരിക ഇഷ്ടപ്പെട്ടു പോയി. ആ ഇഷ്ടത്തിന്റെ തൂക്കം എത്രയെന്ന് ചോദിച്ചാ പറയാൻ പറ്റുമോ? സ്ത്രീധനം ചോദിക്കാത്തവരുമായിട്ട് വിവാഹം നടത്താം. പക്ഷേ ശാരികയ്ക്ക് രാജീവ് സാറിനെ മാത്രമാണ് ഇഷ്ടമെങ്കിലോ? പണം കൊടുത്തില്ലെങ്കിലും അവളെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നത് പോലെ ആവില്ലേ അത്? നിങ്ങളുടെ നിയമത്തിന്റെ ഭാഷയിൽ സ്ത്രീധനം എന്നൊക്കെ പറയും. പക്ഷെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ ഒരു കുഞ്ഞിനെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ നമ്മൾ സമ്പാദിച്ചതിൽ ന്യായമായ ഒരു ഓഹരി അവൾക്കും കൊടുക്കണ്ടേ ശ്രീമോളെ? അതോ സ്ത്രീധനം കൊടുക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് ഉടുവസ്ത്രം മാത്രമാക്കി പടിയിറക്കി വിടുവോ? വിഷ്ണു, വിഷ്ണു, വിഷ്ണു! ഭാമേ, നീ എന്താ കാര്യം പറ. അവൻ വരട്ടെ, എന്നിട്ട് പറയാം. വിഷ്ണു! എന്താ മേ? ഇങ്ങു വാ. എന്താ മേ? ഞാനൊരു കാര്യം അറിഞ്ഞു. അത് സത്യമാണോന്നറിയണം. അല്ല, അമ്മ ചോദിക്കേ, എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറയാം. സത്യഭാമിയുടെ മകൻ ഊര് തണ്ടി നടന്ന് ജോലി ഇരക്കുകയാണെന്ന് സത്യമാണോ അല്ലയോ? ഇനിയെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊന്ന് ജീവിക്കണമെന്നുണ്ടമ്മേ. ഒരു രൂപയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വിയർപ്പിന്റെ വില കൊണ്ടുള്ള ഭക്ഷണത്തിനെ സ്വാദു കൂടും. ഇത്രയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ മോന്റെ ഉള്ളില്. ശരി, എന്റെ മോൻ ആരുടെ അടുത്ത ജോലി അന്വേഷിച്ചു പോയത്? മുഹമ്മദ് ഹാജിയുടെ അടുത്ത്. ഒരുപാട് ബിസിനസ് ഒക്കെ ഉള്ള ആളാ ഹാജിയാര്. അയാൾ വിചാരിച്ച മാന്യമായിട്ടുള്ള ശമ്പളമുള്ള ജോലിയൊക്കെ എനിക്ക് കിട്ടും. പക്ഷെ അമ്മ എന്തെങ്കിലും കുഴപ്പമൊപ്പിക്കുന്നുള്ള പേടി അയാൾക്ക്. അല്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ജോലി കിട്ടിയാനെ.
ഫോൺ ചെയ്ത് മുഹമ്മദ് ഹാജിയോട് വിഷ്ണുവേട്ടന് ജോലി കൊടുക്കാൻ പറയാൻ പോവാണോ? അമ്മ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലല്ലോ. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. ആ ഹലോ സത്യാമേ. ഹാജിയാർക്ക് ആളെ മനസ്സിലായല്ലോ, സന്തോഷം. മനസ്സിലായി സത്യാമേ. സത്യാമേ ഒന്ന് വിളിക്കാനായിരിക്കായിരുന്നു നമ്മള്. എന്താണാവോ കാര്യം? വിഷ്ണുമോൻ ഇവിടെ വന്നിരുന്നു, ഒരു ജോലി അന്വേഷിച്ച്. ഞാൻ അറിഞ്ഞു. അക്കാര്യം പറയാനാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. എന്താ സത്യാമേ, മോനെ ജോലി കൊടുക്കട്ടാ? മാസാമാസം ഭേദപ്പെട്ടൊരു ശമ്പളം കയ്യിൽ എണ്ണി വെച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ എണ്ണി കൊടുക്കാൻ ശ്രമിച്ച പിന്നെ ഹാജിയാർക്ക് അധികം എണ്ണേണ്ടി വരില്ല. തടിമില്ലും കമ്പനിയും അടക്കം എല്ലാം ഞാൻ പൂട്ടിച്ചു കളയും. ഈ സത്യഭാമ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ്. സത്യാമേ, ഇനി ഹാജിയാർക്ക് തീരുമാനിക്കാം വിഷ്ണുവിന് ജോലി കൊടുക്കണോ വേണ്ടയോ എന്ന്. ഇല്ല സത്യാമേ, ഞാൻ വിഷ്ണുമോനെ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുമില്ല. അങ്ങനെയാണെങ്കിൽ ഹാജിയാർക്ക് കൊള്ളാം. അമ്മേ, ആ ചായ. പോയി പല്ല് വെച്ചിട്ട് വാടി. ഒരു ചായ താ അമ്മേ. നിന്ന് കിണുങ്ങല്ലേ വേണേ, പോയി പല്ല് വെച്ചിട്ട് വാടി. ശാരദാമ്മേ, ഓ ഇന്നലെ രാത്രി ഹോട്ടല് പൂട്ടിയില്ലായിരുന്നോ? പൂട്ടിയില്ലേ? ആ വാതിൽ തുറന്നു കിടക്കുന്നു. എല്ലാ ദിവസവും ശാരികയാണല്ലോ ഹോട്ടൽ പൂട്ടുന്നേ. ഇന്നലെ പൂട്ടിയെന്ന് ചോദിച്ചപ്പോ അവളൊന്നും പറഞ്ഞൂല്ല. ഞാൻ വിചാരിച്ചു പൂട്ടി കാണൂന്ന്. ഓ, ഇനിയിപ്പോ പൂട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കൊറേ പാത്രങ്ങളും സ്റ്റൗവും ഗ്യാസ് കുറ്റിയും 4-5 ബെഞ്ചും ഡെസ്കും അല്ലേ ഉള്ളൂ. അതാർക്ക് വേണം? അതല്ല ശാരദാമ്മേ, ഒരു കുഴപ്പമുണ്ട്. കുഴപ്പോ? എന്താടി? ഒന്നിങ്ങോട്ട് വന്നേ. വന്നേ, വാ. എന്തുവാ? രാജീവേ, മോനെ രാജീവേ, എടാ നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേക്ക്, എഴുന്നേറ്റ് റെഡിയാവ്. എവിടെ പോവാനാ? നമ്മള് തക്കലയിലേക്ക് തിരിച്ചു പോകുന്നു. നീ എന്താ ഒന്നും പറയാത്തെ? അതെന്നോട് പറഞ്ഞില്ലല്ലോ. നീ ഇപ്പൊ ലീവിലല്ലേ? പോരാത്തതിന് കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്തിനാ പറയുന്നേ? ഈ നശിച്ച നാട്ടിൽ ഇനി നിക്കണ്ട മോനെ. നമുക്ക് തക്കലയ്ക്ക് തിരിച്ചു പോവാം. കല്യാണോ മറ്റെന്ത് കാര്യമായാലും അവിടെ ചെന്നിട്ട് ആലോചിക്കാം. നീ എന്തു പറയുന്നു? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആശ്വാസായി. അവന് നല്ല ബുദ്ധി ഉദിച്ചെന്ന് തോന്നുന്നു.
സോറി. അതെന്തിനാണ്? അതെ, ഒരുപാട് ആത്മകഥ ഒന്നും വേണ്ട, ഭയങ്കര ബോറാവും. അതെ, പറയാനുള്ള കാര്യം മൂത്തോക്കി പറയുന്നതാ എനിക്കിഷ്ടം. അല്ലാതെ ചിലര് ചെയ്യുന്ന പോലെ തുണിയിലും ബോർഡിലും ഒക്കെ എഴുതി വെച്ച് പോവാനല്ല. പറയാനുള്ള കാര്യം നേരെ ചൊവ്വേ പറയാൻ അറിയാത്തതുകൊണ്ടാണല്ലോ ആ കൈ ഇടിച്ചു പൊട്ടിച്ചത്. അതെ, ഇയാളുടെ ദേഷ്യം ഇത്തിരി കുറയ്ക്കുന്നത് നല്ലതാ. ഓ, ഉപദേശത്തിന് നന്ദി. ഒരുപാടങ്ങ് കൂപ്പല്ലേ, കൈവേദനിക്കും. ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ടിരുന്ന് ചിരിക്കുന്നുണ്ടില്ലേ? തെമ്മാടികളും റൗഡികളും ഒക്കെ ഇങ്ങനെ തന്നെയാവും, അല്ലെങ്കിൽ കാട്ടുപോത്ത്. കാട്ടുപോത്ത അവൻ ഇതുവരെ റെഡിയായില്ലേ വിജയലക്ഷ്മി? ഇവന്റെ കാര്യം പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണല്ലോ. ആ, നീ റെഡിയായോ? അല്ല, നിനക്ക് ഡ്രസ്സൊന്നും എടുക്കാനില്ലേ? ഇല്ല. എടാ, നമ്മള് കാറിലല്ലേ പോകുന്നേ? കാറിൽ പോകേണ്ടവർക്ക് പോവാം. അതെന്താ അങ്ങനെ? ഞാൻ തൽക്കാലം തക്കലയിലേക്കില്ല. അമ്മാവൻ ഒന്നും ഓർത്തോണം, ചിദംബരം മുതലാളിയുടെ അല്ല, സാക്ഷാൽ കുബേരന്റെ മകളുമായിട്ടാണ് ഈ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നെങ്കിലും എനിക്കത് വേണ്ട. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടാവും, അത് ശാരിക മാത്രം. മറ്റൊരു ആലോചനയുമായിട്ട് ഈ പടി കയറിയ ഹാളില് വെള്ള പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടാവും എന്റെ ഈ ശരീരം. ആലോചനയ്ക്കൊപ്പം അരിയുമ്പോ കൂടെ കരുതിക്കോ. കൈവശം. അയ്യോ ഈശ്വര, അവനിനി എന്തെങ്കിലും അവിവേകം കാട്ടുവോ? രാജീവ് സാർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഹോസ്പിറ്റലില. ശാന്തിജി, പെട്ടെന്ന് വാ മോളെ, ഇത്തിരി സീരിയസാ. വന്നേ, ഞാൻ അമ്മയുടെ പറഞ്ഞിട്ട് വരാം. അതെ, പറയാനൊന്നും നിന്നാ ശരിയാവില്ല, നമ്മൾ ചിലപ്പോ വൈകി പോവും. ശാന്തിജി എന്താ കരഞ്ഞു വിളിച്ച ആൾക്കാരെ മൊത്തം അറിയിക്കല്ലേ? ബാ, ശാരദാമ്മയൊക്കെ അറിഞ്ഞ മോളെ ആശുപത്രിയിൽ വിടുന്ന കാര്യം സംശയം. വാ മോളെ, ഞാൻ ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. ബാ. ദേ, കുറച്ചു നേരത്തേക്ക് മിണ്ടരുത്. ഭഗവാനിൽ മനസ്സർപ്പിച്ച് നന്നായി പ്രാർത്ഥിച്ചു. ചേച്ചി, അത് വന്നേ ചേച്ചി. വാ ചേച്ചി. രാജീവ് സാറോ? സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഈ കുറഞ്ഞ സമയത്തിനോട് ഞാൻ എന്തുമാത്രം തീരുന്നെന്നറിയോ? സാർ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? ശാന്തിച്ച് എല്ലാത്തിനും ഉത്തരവാദി. ശാരിക ഇഷ്ടപ്പെടുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ എവിടെയാ ചതി? രാജീവ് സാറായിട്ടുള്ള ബന്ധത്തിന് ശാരദാമ്മ സമ്മതം മൂളിയതല്ലേ? ഒരിക്കലും കതിർ മണ്ഡപം വരെ ഒരുക്കിക്കൊണ്ട് വരികയും ചെയ്തു. എടോ, നിങ്ങളുടെ
മകന്റെ സന്തോഷമായിട്ടുള്ള ഭാവി ജീവിതത്തിന് വേണ്ടിട്ടാ അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും പ്രാർത്ഥന. ഇപ്പോഴും ആ ബന്ധത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. ഇനിയിപ്പോ അമ്മ അറിയിക്കുന്ന കാര്യമാണെങ്കിൽ അതുപോലൊരു അമ്മയുടെ മകൻ തന്നെയാ ഈ നിൽക്കുന്ന രാജീവ് സാറും. സാറും അമ്മയെ അറിയിച്ചിട്ടില്ല. എടോ, സാറ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആ അമ്മയ്ക്കുണ്ട് മകനെ പറ്റി ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം. വിഷ്ണുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മ അറിയാതെ എന്റെ വിവാഹം നടക്കില്ല. ശാന്തിച്ചു വരുന്നെങ്കി വാ. ശാരിക ഒന്ന് നിന്നേ. ഇവിടെ ഒരു കതിർമണ്ഡപം ഒരുക്കാൻ കർമ്മിയെ വരെ വിളിച്ചു വരുത്തി. പിന്നെ നിങ്ങൾക്കുള്ള വിവാഹ വസ്ത്രങ്ങൾ വരെ അറേഞ്ച് ചെയ്ത ഈ വിഷ്ണു ഒരു വിഡ്ഢിയല്ല. വിവാഹ നിശ്ചയം മുടക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് ഈ ഞാനാ. അതുകൊണ്ട് നിങ്ങളെ ഒരുമിപ്പിക്കണമെന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു. എടോ, ഈ ചടങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്ത് ഇന്നലെ രാത്രി തന്നെ ഞാൻ രാജീവ് സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. രാജീവ് സാറിന്റെ വീട്ടിൽ മറ്റൊരു ബന്ധത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാ. ദേ, അതിന്റെ പേരില് ഇന്ന് രാവിലെയും കൂടി സാറും അമ്മയും കൂടി വഴക്കുണ്ടായി. എടോ, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ സാർ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അറിയോ തനിക്ക്? ഞാൻ കോൾ ചെയ്തപ്പോ എടുത്തൂല്ല. എന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാ ഞാൻ കണ്ടുപിടിച്ചത്. അത് എവിടുന്ന് പറഞ്ഞു കൊടുക്കണം ദാസാ? പരുന്തുംപാറ സൂയിസൈഡ് പോയിന്റ്. എടോ, ശാന്തേച്ചി പറഞ്ഞതിൽ പാതി കള്ളുള്ളൂ. സാറിന് ആ സമയത്ത് എന്തെങ്കിലും അവിവേകം മനസ്സിൽ തോന്നിയിരുന്നെങ്കിൽ ആ കള്ളപ്പോ സത്യം വരുന്നില്ലേ? ഒരുപക്ഷെ സാറിന് നമുക്ക് നഷ്ടപ്പെട്ടു പോയേനെ. ഇരുന്നോളൂ. ഇനി താലി കെട്ടിക്കോളൂ. ഈശ്വര, ഞാൻ എന്തായി കാണുന്നത്? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞമ്മേ. സാറിന്റെ അമ്മ വിജയലക്ഷ്മി അറിഞ്ഞുകൊണ്ടാണോ ഇത്? അല്ല. അയ്യോ, എങ്ങനെ, എവിടെ വെച്ചായിരുന്നു വിവാഹം? അമ്പലത്തിൽ വെച്ച് താലി കെട്ടി. മുഹൂർത്തവും സമയമൊക്കെ നോക്കി തന്നെ ചെയ്തത്. കല്യാണം നടത്തി തരാൻ കർമ്മി ഉണ്ടായിരുന്നു. ഓഹോ, ഇത്രയും കുബുദ്ധി സാറിന്റെ തലയിൽ ഉദിച്ചതാകാൻ വഴിയില്ലല്ലോ. വേറെ ആരും ഉണ്ടല്ലോ ഇതിന് പിന്നിൽ. ആരാ അത്? അതെ, അവരെ ഒന്നും പറയണ്ട. ഞാനാ രണ്ടുപേരും ഒന്നിപ്പിച്ചേ.
അല്ല എല്ലാ ആചാരവിധി പ്രകാരം തന്നെയാ. ഇയാളുടെ ഒരു ആചാരവിധി. ഇയാളോട് ആരാ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ? അല്ല ശാലിനി, ഞാൻ കാരണല്ലേ ശാരികയുടെ കല്യാണ നിശ്ചയം മുടങ്ങിയത്. അവിടെ മുതലല്ലേ എല്ലാ പ്രശ്നങ്ങളും തുടക്കം. അപ്പോ കല്യാണത്തോടെ എല്ലാ പ്രശ്നങ്ങളും കൂടി തീരുമെന്ന് കരുതി. പ്രശ്നങ്ങൾ തീരാനോ? ഇനിയാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. കേറി വാ. വേഗം നടന്നു. അയ്യോ അതെ അതെ, ഒരു മിനിറ്റ്. വലതുകാല് വെച്ചിട്ട്. അല്ല, ഈ ഇടതുകാല് വെക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഈ വലതുകാല് വെക്കുന്നത്. വലതുകാല് വെച്ച് കയറിക്കോ. കയറിക്കോ. കേറി വാ മക്കളെ. ഞാൻ വേഗം വരാം. എന്താ മോനെ? അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഉടനെ പോയേ പറ്റൂ. സർ, ഞാനും കൂടി വരാം. വേണ്ട ശാരികേ, അവിടെ ചെന്ന് സാഹചര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് ഞാൻ അയാളെ വിളിക്കാം. അല്ല മോനെ, ഇങ്ങനെ അങ്ങ് പോവാന്ന് പറഞ്ഞ? അമ്മേ, സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. അവിടെ വേറെ ആരുമില്ല. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം. ശരി മോനെ, പോയിട്ട് വാ. സാർ പോയിട്ടോ.